വിഷ്ണു 7 കോടിയിലധികം രൂപ വരുന്ന ഒരു പദ്ധതി അവിടെ വെയിലും മഴയും കൊണ്ട് തുരുമ്പെടുത്തു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് പത്തനംതിട്ടയിലെ ലൈഫ് മിഷന്റെ ഒരു ഫ്ലാറ്റ് സമുച്ചയം പണിയാനായിരുന്നു ഈ ഒരു പദ്ധതി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് അവിടെ എന്താണ്, മൊത്തമായും കാട് പിടിച്ച് സാമൂഹിക വിരുദ്ധർ വന്ന് അവിടുത്തെ ജനത്തെ ആകെ വലക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. എന്താണ് വിഷ്ണുവിനെ ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഉറപ്പായിട്ടും നമ്മൾ ആ ഒരു ദൃശ്യങ്ങൾ കണ്ടാൽ, ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് വളരെ കാട് പിടിച്ച ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. എത്രയാണ്? 7.5 കോടി രൂപയുടെ എത്രത്തോളം 8 കോടി അടുത്തുണ്ട്. അത്രത്തോളം പൈസ കൊടുത്തിട്ട് തയ്യാറാക്കുന്ന ഒരു പ്രോജക്റ്റാണ്. പക്ഷേ അതിൻ്റെ കമ്പനിക്കാരും കൂടെ അവർക്ക് കൃത്യമായ പൈസ മുടക്കാതെ കൃത്യമായി പൈസ കൊടുക്കാത്തത് കൊണ്ട് അതങ്ങനെ കിടക്കുകയാണ്. 2020 ഈ ഒരു സംരംഭം തുടങ്ങുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തതും. പക്ഷേ ഇവിടെ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ, അതിന് പിന്നീട് കരാറുകാർക്ക് വീണ്ടും പൈസ കൊടുക്കാതെ വരുന്നു. അങ്ങനെ ആ പദ്ധതി നിന്ന് പോകുന്നു. ലൈഫ് മിഷനാണ്. എത്ര പേർക്കാണ്? ഒരു 54ഓളം കുടുംബങ്ങളാണ് ഇവിടെ തെരുവിൽ കിടക്കേണ്ടി വരുന്നത്. അല്ല, അത്രയും ആളുകളെയാണ് അവിടെ അവരുടെ ജീവിതം വെച്ചാണ് ഈ കളിച്ചിരിക്കുന്നത്. അവർക്ക് ഇപ്പോൾ കിടക്കാനൊരു ഇടമില്ലാത്തൊരവസ്ഥയിലേക്കാണ് സർക്കാർ. അത്രയും നീതി നിക്ഷേപമാണ് അവരോട് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പദ്ധതി തുടങ്ങുന്ന സമയത്ത് ഈ 54 കുടുംബങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകിയിട്ടുണ്ട് അല്ലേ? അവരൊരുപാട് പ്രതീക്ഷ അർപ്പിച്ചൊരു സംഭവമായിരുന്നു. കാരണം അവർക്ക് സ്വന്തമായി ഒരു ഭവനം ഉണ്ടാക്കി നൽകാൻ പോകുന്നു എന്നുള്ളത്. പക്ഷേ ഇത് 6 വർഷമായി. 2020 പിണറായി വിജയൻ സർക്കാർ വളരെ ജനശ്രദ്ധ ആകർഷിച്ചു തുടങ്ങിയ ഒരു പദ്ധതിയായിരുന്നു ആ ഒരു ഫ്ലാറ്റ് സമുച്ചയം പണിയുക എന്നുള്ളത്. എന്നാൽ ഈ ഒരു 6 വർഷത്തോളം ആകുമ്പോഴും ഇതിനൊരു നീക്കുപോക്കില്ലാതെ അത് തുരുമ്പിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ മുന്നോട്ട് പോകുന്നില്ല. ഒരു കാര്യങ്ങളും പോകുന്നില്ല. അതായത് സാധന സാമഗ്രികളുടെ പൈസ അല്ലെങ്കിൽ തുക വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു കരാറിൻ്റെ പ്രശ്നം കാരണമായിരുന്നു ഇതവിടെ നിന്ന് പോയിരുന്നത്. പക്ഷേ ഇപ്പോഴും അതിനൊരു മുന്നോട്ട് പോക്കില്ലാതെ അത് കാട് കയറി കിടക്കുന്ന അവസ്ഥയാണല്ലേ? ഉറപ്പായിട്ടും ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഒരു അടച്ചുറപ്പുള്ള വീട്, അതിൽ കിടന്ന് സുരക്ഷിതമായി ഉറങ്ങുക, ഇതൊക്കെ ഒരാളുടെ ഏറ്റവും വലിയൊരു അവനെ ഏറ്റവും വലിയൊരു സ്വപ്നം കാണുന്നൊരു കാര്യമാണ്. ആ സ്വപ്നമാണ് ഇവിടെ തകർന്നിട്ടുള്ളത്. അത് ആ സർക്കാർ അവരോട് കാണിച്ച നീതി നിക്ഷേപം തന്നെയാണ്. എനിക്ക് അതിനൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അവകാശപ്പെട്ടതാണ് ഇവിടെ കിട്ടാതെ പോയിട്ടുള്ളത് അല്ലേ? സർക്കാർ അനുവദിച്ച 7.5 കോടി രൂപയോളം അതിനുശേഷം ഈ കരാറുകാരെ കൃത്യമായി സർക്കാരിനെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് അവരോട് കാണിക്കുന്ന ഒരു വേണ്ടാത്ത രീതിയിലാണ്, അല്ലെങ്കിൽ അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. വിഷ്ണു, ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ബദൽ സംവിധാനം നോക്കുവാൻ സർക്കാർ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അതായത് കരാറുകാരെ മാറ്റി മറ്റൊരാളെ ഏൽപ്പിക്കുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും സർക്കാർ ഇതിനു വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ളതാണല്ലേ? ഉറപ്പായിട്ടും മാറ്റിയിട്ടില്ലല്ലോ കരാറുകാരെ. എന്നാൽ എനിക്ക് തോന്നുന്നു ആ പൈസയ്ക്ക് അവിടെ കരാറുകാർക്ക്, ആ പൈസയ്ക്ക് അവർക്ക് അത് ചെയ്താൽ അവർക്ക് ലാഭം ഉണ്ടാവില്ല എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കും അവർ ആ പൈസ മുതലാവില്ല എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ അതിന് വേണ്ട സംവിധാനങ്ങൾ സർക്കാർ അവിടെ ചെയ്യുന്നില്ല. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. വീണ്ടും അത് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും അവരത് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഇവരുടെ സാധാരണക്കാരനോട് കാണിക്കുന്ന ഒരു നീതി നിക്ഷേപം അത് ഈ സർക്കാർ എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു? അതൊക്കെ ആയിരിക്കണം അവർക്ക് ആ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടാനും. 35 സീറ്റിലേക്കാണ് അവർ ഒതുങ്ങിപ്പോയത്. അത്തരം സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോകാനൊക്കെ കാരണക്കാരനായതാണ്. അപ്പോൾ ഈ ലൈഫ് മിഷനൊക്കെ ഒരു വലിയ പ്രശ്നമായത്. ഇപ്പോൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീടുകൾ വച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. ഇപ്പോൾ അത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറുകയാണ് ആ ഒരു ഇടം എന്ന് പറയുന്നത്. അത്തരം സാഹചര്യങ്ങൾ ഇപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് മദ്യക്കുപ്പികൾ കാണാൻ പറ്റും. അപ്പോൾ രാത്രി എത്രത്തോളം ആളുകൾ വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ സാമൂഹ്യ വിരുദ്ധരൊക്കെ വന്നിട്ട് അവിടെ ഇരുന്ന് കള്ളും കഞ്ചാവൊക്കെ അടിച്ചിട്ട് അത് പുറത്തേക്ക് ഇറങ്ങി ആരെങ്കിലും കയറി പിടിച്ചോ, അല്ലെങ്കിൽ ആരെങ്കിലും വല്ല വഴക്കുണ്ടായി വല്ല കൊലപാതകത്തിലേക്കൊക്കെ നയിക്കാനുള്ള വലിയ വലിയ കാരണങ്ങളിലേക്കല്ല ഇത് പോകുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലേക്കൊക്കെയാണ് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുമാത്രമല്ല, ഇഴജന്തുക്കളുടെ ഒരു ഇടം തന്നെയായിരിക്കും അത്. രാത്രി ആയാൽ തന്നെ അല്ലെങ്കിൽ എപ്പോഴായാലും ഇഴജന്തുക്കൾ, കാരണം നമ്മളത് കയറി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ആ വാർത്ത കാണുമ്പോൾ മനസ്സിലാവും, മൊത്തം കാട് പിടിച്ച് കിടക്കും. അത് അവരുടെ ഒരു വിഹാര കേന്ദ്രം തന്നെ ആയി മാറിയിട്ടുണ്ട്.
അപ്പോൾ ഇതിന് വേണ്ട നടപടി ഈ ഒരു സർക്കാർ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് എനിക്ക് തോന്നുന്നു അതിന് പൊളിച്ചു വിറ്റ് മാറ്റാനേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നാട്ടുകാരും അത്തരത്തിലുള്ള ഒരു സമീപനമാണ് അവർ പറയുന്നത്. ഒന്നിക്കൽ ഇത് പൊളിച്ചു മാറ്റി ലേലം ചെയ്യുക, കാരണം സ്റ്റീൽ ഫ്രെയിം കൊണ്ട് പാതി ഒരു 60% പണി കഴിഞ്ഞ ഒരു ഫ്ലാറ്റ് സമുച്ചയമാണത്. അപ്പോൾ അവിടെയുള്ള തുരുമ്പ് പിടിച്ച സാധനങ്ങളൊക്കെ ലേലം ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ ഈ 92 സെൻറ്റോളം വരുന്ന ഭൂമി എല്ലാവർക്കും ഈ 54 കുടുംബങ്ങൾക്ക് വീതിച്ച് നൽകുക, എന്നിട്ട് അവർക്ക് സ്വന്തമായി ഒരു വീടെടുക്കാനുള്ള ഒരു നിലയിലോട്ട് ഇതിനൊരു നടപടി വേണമെന്നാണ് ഈ നാട്ടുകാരും മറ്റിത് പറയുന്നത് അല്ലേ? ഉറപ്പായിട്ടും അങ്ങനെ ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യണം, അതാണ് വേണ്ടത്. നമ്മളിപ്പോൾ അവർക്കൊരു കുടുംബം അല്ലെങ്കിൽ വീടില്ലാതെ പോരുതല്ലോ, സാധാരണക്കാരനെ കേൾക്കണമല്ലോ. ഈ ഒരു സർക്കാരായാലും ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെയാണ് പ്രശ്നം. കാരണം 2020 നടന്നിട്ട് 6 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ലൈഫ് മിഷൻ പദ്ധതിയാണ് 6 വർഷമെടുത്തു അവിടെ പൂർത്തിയാക്കാൻ. ഇത്തരം നടപടികളൊക്കെ വരുമ്പോൾ ഈ സർക്കാർ എന്താണ് സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന സർക്കാരാണെന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് അവർ ചെയ്തു വെച്ചത്? ഇനി വി ഡി സതീശൻ സർക്കാർ എങ്ങനെയായിരിക്കും ഈ ഒരു നടപടിയെ കാണുക എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത്. അവർക്ക് എങ്ങനെയായിരിക്കും അവരെ പരിഗണിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാവും ആ ഒരു വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായും അതിനെ പരിഗണിക്കുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സാധാരണക്കാരാണ്, പരിഗണിക്കണം. സാധാരണക്കാരനെ കേൾക്കാതെ പോവാതിരിക്കരുത് ഇവിടെ സർക്കാർ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ആരും അവരെ കേൾക്കാതെ പോവാതിരിക്കരുത്. സാധാരണക്കാരനൊപ്പം നിൽക്കേണ്ട ഒരു സർക്കാരായിരിക്കണം നമ്മുടേത്. വിഷ്ണു ഈ പറഞ്ഞ പോലെ കേരളത്തിലെ ഭൂരഹിതർക്കും അല്ലെങ്കിൽ ഭവനരഹിതർക്കൊക്കെ ഒരു വീടെന്ന സ്വപ്നം സാധിക്കാൻ മാത്രം കൊണ്ടുവന്നൊരു നല്ലൊരു പദ്ധതി തന്നെയായിരുന്നു ഈ ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടയിലും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ സാധാരണക്കാരെ വളരെ വില കുറച്ച് കാണുന്ന ഒരു പ്രവണതയാണ് അല്ലേ? കൂടാതെ ഇത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് തന്നെയാണ് ഈ പദ്ധതികളൊക്കെ ഉണ്ടാക്കുന്നത്. അവിടെ തുരുമ്പിക്കുന്നത് സാധാരണക്കാരൻ്റെ ഒരു നികുതി പണം തന്നെയാണ്. അത് സാധാരണക്കാർക്ക് നോവുമെന്നേ, ഉറപ്പായിട്ടും നോവും. അവിടെ ആ തുരുമ്പിച്ച് വീഴുന്ന അല്ലെങ്കിൽ ആ കാടു പിടിച്ച് കിടക്കുന്നത് സാധാരണക്കാരൻ്റെ പണമാണ്, നമ്മളുടെയൊക്കെ നികുതി പണം തന്നെയാണ്. അവർക്ക് കൃത്യമായ ഒരു സംവിധാനം ഒരുക്കി കൊടുക്കണമെന്നേ, അതാണ് വേണ്ടത്. ഇതിങ്ങനെ തുരുമ്പിക്കുന്നത് ഇത് കേരളത്തിലെ ഒരു നിരുത്തരവാദിത്വം ഇല്ലായ്മ തന്നെയാണ്. ഒരു ഉത്തരവാദിത്വം ഇല്ല അവിടെ. എന്തുകൊണ്ട് ചില കാര്യങ്ങളിൽ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലായ്മ വരുന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട വസ്തുതയാണ്. ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സാധാരണക്കാരൻ്റെ വാക്കുകളെ നമുക്ക് കേൾക്കാൻ പറ്റണം, അല്ലെങ്കിൽ സാധാരണക്കാരനെ നമുക്ക് കേൾക്കാൻ പറ്റണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ അത് കേൾക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള പിണറായി സർക്കാരിന് അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇനി അവർക്ക് നീതി കിട്ടാൻ എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കിപ്പോൾ ഈ സർക്കാരിന് അത് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിലവിൽ ഈ ഒരു ലൈഫ് മിഷൻ പദ്ധതി ഒഴിവാക്കണമെന്നാണ് ഇപ്പോൾ നിലവിലെ സർക്കാർ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എങ്ങനെ നീക്കുപോക്ക് നടക്കുമെന്ന് നമുക്ക് വളരെ സംശയം തന്നെയാണല്ലേ? ഉറപ്പായിട്ടും എങ്ങനെയാണെന്നറിയില്ല. ഇപ്പോൾ നിരവധി കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുള്ള ഒരു സർക്കാരാണല്ലോ. അപ്പോൾ ഇവരെയും കാണാതെ പോവില്ല, വി ഡി സതീശൻ സർക്കാർ കാണാതെ പോവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഒരു സാധാരണക്കാരനെ കേൾക്കണമല്ലോ. അത് മാത്രമല്ല, ഇപ്പോൾ അവിടുത്തെ ജനപ്രതിനിധികൾ പറയുന്നുണ്ട്, നിരവധി കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ അത് കൃത്യമായി ഇതെല്ലാം പൊളിച്ചു മാറ്റി എന്തെങ്കിലും ആക്രിക്കാർക്ക് കൊടുത്തിട്ട് അവിടെ കൃത്യമായൊരു സംവിധാനം ചെയ്തു കൊടുക്കണം. ഇനി അതേ സാധിക്കുകയുള്ളൂ അല്ലേ? ഇപ്പോൾ അല്ലാതെ ആ ജനപ്രതിനിധി ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു ആളാണ്. അപ്പം അദ്ദേഹത്തിന് അവരുടെ ഒപ്പം നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഈ പ്രശ്നങ്ങളിൽ പ്രധാനമായിട്ടും ഇടപെടാൻ കാരണം. അപ്പം അത്തരം വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അദ്ദേഹം അവിടെ ഇടപെടണം, അല്ലെങ്കിൽ കൃത്യമായ രീതിയിലേക്ക് നടപടി എടുക്കണമെന്ന് സർക്കാരിനെ ബോധിപ്പിക്കുന്നുണ്ട്. വരും ദിനങ്ങളിൽ എങ്ങനെയായിരിക്കും ഇത്തരം നടപടികൾ ഇതിനെ പൂർണ്ണമാക്കി അവർക്ക് ഒരു നല്ല വീടുകൾ ലഭിക്കട്ടെ, അവർക്ക് അടച്ച് ഉറപ്പോടെ കിടന്നുറങ്ങാൻ പറ്റിയ വീടുകൾ ഉറപ്പായിട്ടും ലഭിക്കട്ടെ. നമുക്ക് അങ്ങനെ ഭവനമില്ലാത്ത എല്ലാവർക്കും അവിടെ വീട് കിട്ടട്ടെ. ഉറപ്പായിട്ടും സർക്കാർ അതിന് വേണ്ട നടപടി എടുക്കുമെന്നുള്ള വിശ്വാസം തന്നെ വച്ച് നമുക്ക് മുന്നോട്ട് തന്നെ പോവാം അല്ലേ?